ഇപ്പോൾ കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക്. വിമാനത്താവളം തന്നെയാണ്, യാത്രാ സൗകര്യം തന്നെയാണ്. IT രംഗത്ത് ജോലി ചെയ്യുന്ന സാധാരണ ജീവനക്കാർ ആ രംഗത്ത് അവിടെ ആ സ്ഥാപനത്തിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരല്ലേ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അവർക്ക് പുറത്തിറങ്ങിയാൽ സുഖമായിട്ട് ജീവിക്കണം. IT സ്ഥാപനങ്ങളുടെ വികസനം വരുമ്പോൾ 10ഉം 100ഉം അല്ല, 1000ഉം 10,000ഉമാണ് ജീവനക്കാരുണ്ടാവുക. അവരെ ആകെ ഉൾക്കൊള്ളാനാവണം. അവരെ ഉൾക്കൊള്ളാൻ റോഡ് വേണം. അവർക്ക് സഞ്ചരിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കാം, ചിലപ്പോൾ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയും ഞായറും ലീവാണ്. അവർക്ക് പെട്ടെന്ന് അവരുടെ താമസസ്ഥലത്തേക്ക് എത്തണം. താമസസ്ഥലമല്ല, വീട്ടിലേക്ക് എത്തണം, നാട്ടിലേക്ക് എത്തണം. അതിനുള്ള യാത്രാ സൗകര്യം വേണം. ഒരു IT സ്ഥാപനത്തിൽ ചുറ്റുപാടുമുള്ള വില്ലേജുകളിൽ നിന്ന് മാത്രമല്ല ആളുകൾ വരുന്നത്. കേരളത്തിൽ തന്നെ ആകണമെന്നില്ല. കേരളത്തിന് പുറത്തുള്ള IT സ്ഥാപനത്തിൽ മലയാളികൾ പോയി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഇവിടെയുള്ള IT സ്ഥാപനത്തിൽ മറ്റു നാട്ടുകാരും വരും. അങ്ങനെ വരണമെങ്കിൽ അവർക്ക് സഞ്ചരിക്കാൻ കഴിയും എന്ന് തോന്നണം. അല്ലെങ്കിൽ സഞ്ചാര സൗകര്യമുള്ള മറ്റു പ്രദേശങ്ങളുണ്ട്, അവിടത്തേക്ക് പോകും. ഇത് സാധാരണ ജീവനക്കാരുടെ കാര്യമാണ്. ഇനി അതിൽ കുറച്ച് ഉയർന്ന ഉദ്യോഗസ്ഥരെടുത്താൽ അവരാണ് അതിൻ്റെ ജീവനാഡി. ഏത് സ്ഥാപനവും വരണോ വരണ്ടേ തീരുമാനിക്കുന്നത് സ്ഥാപന മേധാവിയല്ല. അതിന് താഴെ നിൽക്കുന്ന, ഈ താഴെയുള്ള ജീവനക്കാരുടെ മേലെ നിൽക്കുന്ന ആ ഇടത്തട്ടിലുള്ള ഉദ്യോഗസ്ഥ വൃത്താണ്. അവർ പലതും പരിശോധിക്കും ഈ പശ്ചാത്തല സൗകര്യവുമായി ബന്ധപ്പെട്ട്. അത് പലതും ഉണ്ട്, ഞാനിപ്പോൾ ദീർഘമായിട്ട് അതിലേക്ക് പോകുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനമാണ് യാത്ര. നമ്മുടെ നാട്ടിലേക്ക് യാത്രാ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ആര് വരും? IT മേധാവി വന്ന് നല്ല വാക്കിൽ നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു പോയാലും അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരൊക്കെ പറയും അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ആ വാക്ക് തള്ളിക്കൊണ്ട് ഒരു തീരുമാനം ഒരു സ്ഥാപനത്തിൻ്റെയും മേധാവി എടുക്കില്ല. കുറേ കുറവുകളുണ്ട്, ആ കുറവുകൾ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. പക്ഷെ നിലവിലുള്ള ഒരു സൗകര്യം ഇല്ലാതാക്കാൻ പാടില്ലല്ലോ. നിലവിലുള്ള ഒരു സൗകര്യം ഇല്ലാതാകുന്ന അവസ്ഥയിലാണ് കോഴിക്കോട് വിമാനത്താവളത്തിൻ്റെ അവസ്ഥ എത്തിയത്. ഇപ്പോൾ അത് സംബന്ധിച്ച് പരിശോധിച്ചപ്പോഴുള്ള പ്രശ്നം ഭൂമിയുടേതാണ്. ഭൂമി വേണമെന്ന് പറയുന്നത് ഒരു ആവശ്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ന്യായമായ ആവശ്യം. ഭൂമി നൽകുന്നവർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങൾ നാം കാണാതിരിക്കരുത്. എന്നാൽ അവർക്ക് പ്രയാസമുണ്ട് എന്ന് വെച്ച് ഇത് ഉപേക്ഷിക്കാൻ പറ്റുമോ? അതാണൊരു മറ്റൊരു പ്രശ്നം. ഒരാളുടെ പ്രശ്നവും നാടിൻ്റെ പ്രശ്നവും ഒന്നിച്ചു വരുമ്പോൾ ഏതിനാ മുൻതൂക്കം കൊടുക്കുക? അതെപ്പോഴും നാടിൻ്റെ പ്രശ്നത്തിനാണ് മുൻതൂക്കം കൊടുക്കുക. ഒരാളുടെയും ഒരു കുടുംബത്തിൻ്റെയും പ്രശ്നമാകുമ്പോൾ കുടുംബത്തിൻ്റെ പ്രശ്നത്തിനാണ് മുൻതൂക്കം കൊടുക്കുക. ഒരു കുടുംബത്തിൻ്റെയും ഒരു ഗ്രാമത്തിൻ്റെയും പ്രശ്നമാകുമ്പോൾ ഗ്രാമത്തിൻ്റെ പ്രശ്നത്തിനാണ് മുൻതൂക്കം കൊടുക്കുക. ഇതൊക്കെ പണ്ട് ചിലർ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, ഞാൻ പുതുതായിട്ട് പറയുന്നതല്ല. എൻ്റെ സ്തോത്രങ്ങളൊക്കെ അറിയാവുന്നവരുണ്ടാവില്ല ഇവിടെ. അപ്പോൾ ഈ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കേണ്ടി വരും. നാം നാടിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളും സംഘടനകളുമുണ്ട്. അവരെല്ലാം ഇക്കൂട്ടത്തിൽ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം.
പ്രയാസം അനുഭവിക്കുന്നവരെ കൂടുതൽ പ്രയാസത്തിലേക്ക് തള്ളിവിടണം എന്നൊന്നും ആരും ആഗ്രഹിക്കില്ല. ഈ സർക്കാർ ഒരു തരത്തിലും അങ്ങനെ ചിന്തിക്കില്ല. പക്ഷേ സ്ഥലം എടുക്കാതെ പറ്റില്ല. ഇതായിരിക്കും സർക്കാരിൻ്റെ സമീപനം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഏകപക്ഷീയമായി നടപ്പാക്കി കളയാം എന്നല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്താൻ പോകുന്നുണ്ട്. പ്രാഥമിക ചർച്ച ഇതുമായി നടത്തിക്കഴിഞ്ഞു. ഇനി വിമാനത്താവളത്തിൻ്റെ അധികൃതരും ബന്ധപ്പെട്ട ജില്ലാ കലക്ടറുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ചർച്ച നടത്താൻ പോകുന്നുണ്ട്. അതിനുശേഷം നിങ്ങളിലേക്കായിരിക്കും വരുന്നത്. അത് ഈ പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും അടുത്തേക്കായിരിക്കും വരുന്നത്. ആ പ്രതിനിധികളെല്ലാം വിളിച്ച് ചർച്ച ചെയ്യും. എന്നിട്ട് ഈ ബന്ധപ്പെട്ട ഓരോ ആളെയും അതിൻ്റെ സമാന്തരമായിട്ട് തന്നെ ചർച്ച ചെയ്യും. ഓരോ ആൾക്കും എന്താണ് പ്രശ്നം, എങ്ങനെയാണ് സർക്കാർ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പോകുന്നത് എന്ന കാര്യങ്ങൾ അവരോട് പറയും. നല്ല മനസ്സിൻ്റെ ഉടമകളാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവരും. സ്വാഭാവികമായും അതുമായി സഹകരിക്കും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതമായി ആ പ്രശ്നം പരിഹരിക്കണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും അതിൻ്റെ നടപടികൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ ആ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് ആകെ ഇപ്പം ഞാൻ കടക്കുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കും ഇപ്പോൾ കടക്കാൻ സമയം അനുവദിക്കില്ല എന്ന സ്ഥിതിയുണ്ട്. ഒരു കാര്യം നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥകളെക്കുറിച്ചുള്ള ആശങ്ക പലർക്കുമുണ്ട്. അത് നിങ്ങളും ചിലർ സൂചിപ്പിച്ചിട്ടുണ്ട്. പലരുടെയും മനസ്സിലതുണ്ട്. ഒരു വ്യവസായം, ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങാൻ വേണ്ടി പരിപാടി കിട്ടാൻ പിന്നെ മനമെടുത്ത് നാട് വിട്ടു പോകേണ്ടി വന്ന ആളുകളുടെ അനുഭവമുണ്ട്. അത് നാട്ടിൽ ഒരു സ്ഥാപനം ഇരിക്കട്ടെ എന്ന മട്ടിലാണ് അവർ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി വരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വ്യവസ്ഥയുടെ നൂലാമാലകളിൽപ്പെട്ട് അല്ലാത്ത മനപ്രയാസത്തോടെ അവരിത് പദ്ധതി തന്നെ ഉപേക്ഷിച്ചു പോകുക. ആ അവസ്ഥക്ക് മാറ്റമുണ്ടാക്കണം തന്നെയാണ്. അത് മാറ്റമുണ്ടാവുക തന്നെ ചെയ്യും. അതിന് പറ്റുന്ന സമഗ്രമായ ഒരു നയം സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. ഒരു ആശങ്കയും ആ കാര്യത്തിൽ നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പലതും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഈ പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് റോഡിൻ്റെ കാര്യം. എന്താണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ അവസ്ഥ? ഇന്ന് നമ്മൾ എത്ര സമയമാണ് റോഡിൽ ചെലവഴിക്കുന്നത്? എത്തേണ്ടടുത്ത് എത്താൻ കഴിയുന്നില്ലല്ലോ. അത്രയധികം സമയം പാഴായി പോകില്ലേ? അപ്പോൾ റോഡിൻ്റെ സൗകര്യം വർദ്ധിക്കണം. റോഡിൻ്റെ സൗകര്യം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള നാഷണൽ ഹൈവേ ഉണ്ട്. അത് ബൈപ്പാസ് വേണ്ടിടത്ത് ബൈപ്പാസ് വേണം. നാഷണൽ ഹൈവേ അതേപോലെ നിൽക്കുന്നിടത്ത് അങ്ങനെ തന്നെ നിൽക്കണം. എങ്ങനെയായാലും നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടാണ് ബൈപ്പാസും ചിലയിടത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് സമഗ്രമായി വികസിച്ചു വരണം. നമ്മുടെ ചില ബൈപ്പാസുകളുടെ സ്ഥിതി നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ ബൈപ്പാസിന് വേറെ ബൈപ്പാസ് വേണം എന്ന സ്ഥിതിയിലേക്ക് ചില ബൈപ്പാസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതിലൊക്കെ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണതൊക്കെ. ബൈപ്പാസ് നമ്മുടെ ഒരു ചിന്ത റോഡിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ എല്ലാ കെട്ടിടങ്ങളും വരണം എന്നുള്ളത്. അപ്പം അതിൽ ധാരാളം വാഹനങ്ങൾ വരുന്ന കെട്ടിടങ്ങളും ഉണ്ടാകാം. അങ്ങനൊരു കെട്ടിടം അവിടെ വന്നാൽ ഈ സ്ഥലത്ത് വല്ലാത്ത പ്രയാസം അനുഭവപ്പെടുക. അപ്പോൾ ബൈപ്പാസിൻ്റേതായ ഒരു പ്രത്യേകതയും അതിൻ്റെ ഭാഗമായിട്ട് അനുഭവിക്കാൻ പറ്റാതെ വരികയാണ്.
അതൊരു ഭാഗം. എന്നാൽ പൂർത്തിയാകാത്ത ബൈപ്പാസ് നിർദ്ദേശങ്ങളാണ് പലതുമുള്ളത്. അത് സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. പലയിടത്തും സ്ഥലം കൃത്യമായി എടുത്തിട്ടില്ല. പിന്നെ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ട സ്ഥലമുണ്ട്. ആ സ്ഥലവും എടുക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നമുക്ക് പുറകോട്ട് പോകാൻ കഴിയുമോ ഇനി? ഇപ്പം നമ്മുടെ നാടിൻ്റെ വികസന നിര വെച്ചാൽ റോഡിൻ്റെ സൗകര്യം വർദ്ധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ നാടിന് മുന്നോട്ട് പോകാൻ കഴിയും? ഒരുതരം ശ്വാസമുട്ടലല്ലേ അനുഭവപ്പെടുന്നത്? യാത്ര ചെയ്യുന്നവർക്കെല്ലാം ആ അനുഭവം ഉണ്ടാവില്ലേ? അപ്പോൾ സ്ഥലം, റോഡിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങൾ ഇതിന് വേണ്ടത് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. 45 മീറ്റർ എന്നത് സർവകക്ഷി യോഗം തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച നമ്മൾ നടത്തിയിട്ട് കാര്യമില്ല. കാരണം നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് 45 മീറ്റർ എന്നത് കേരളത്തിൻ്റെ പ്രത്യേകത വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചിരിക്കുകയാണ്, നാഷണൽ ഹൈവേ അതോറിറ്റിയും സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ 45 മീറ്റർ സ്ഥലം നമുക്ക് എടുക്കാൻ കഴിയണം. എടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ടാവും. ആ സൈഡിൽ കച്ചവടം നടത്തുന്നവരുണ്ടാവും, അവിടെ താമസിക്കുന്നവരുണ്ടാവും, അവിടുത്തെ ഭൂമി ജീവിതോപാധിയായി കാണുന്നവരുണ്ടാവും. അങ്ങനെയെല്ലാം ഉള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമഗ്രമായൊരു പാക്കേജ് വേണം. ആ പാക്കേജിലൂടെ മാത്രമേ ഭൂമി എടുക്കാൻ കഴിയൂ. അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളതിൽ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് നിൽക്കുന്നത്. പക്ഷേ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഭൂമി എടുക്കേണ്ടതില്ല എന്ന നിലപാടെടുത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഭൂമി എടുക്കേണ്ടതുണ്ട്, ഭൂമി ഇത്തരമൊരു ആവശ്യത്തിന് ഒഴിച്ചുകൂടാത്തതാണ് എന്ന സമീപനം എല്ലാവർക്കും സ്വീകരിക്കാനാവണം. അപ്പം ആ കാര്യത്തിലും അതിവേഗതയിൽ തന്നെയുള്ള നടപടികളിലേക്കാണ് നീങ്ങാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ആലോചനകളിലേക്കും സംസ്ഥാന സർക്കാർ കടക്കാൻ പോവുകയാണ്. അപ്പോൾ വേഗത്തിൽ തന്നെ നടപടികൾ നീങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അക്കാര്യത്തിലും എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടെ വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ വികസന രംഗത്ത് നമ്മുടെ നാടിൻ്റെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നാടിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ വ്യക്തമാക്കിയതുപോലെ നദികളുടെ സംരക്ഷണം, കായലുകളുടെ സംരക്ഷണം, കാരണം നമുക്ക് ശുദ്ധജലം കിട്ടുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ മാലിന്യം നീക്കൽ വളരെ പ്രധാനമാണ്. ഇതൊന്നുമില്ലാതെ ഇനി നമ്മുടെ നാടിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ കുടിക്കുന്ന വെള്ളം പലതും മലിനമാണ്. മലിനജലം കുടിക്കേണ്ടി വരിക. ഭൂഗർഭജലം പോലും മലിനമായി കിടക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിലൂടെ ഇതെല്ലാം കിരിഞ്ഞിറങ്ങുകയാണ്. അപ്പോൾ മാലിന്യ സംസ്കരണം അത് വലിയൊരു പദ്ധതിയായി നാം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. വലിയൊരു ബഹുജന പ്രസ്ഥാനം അതിനുവേണ്ടി വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മാത്രമേ നാടിൻ്റെ വികസനം പൂർത്തിയാവുമെന്ന് നമ്മൾ കാണുന്നു. കുറേ വ്യവസായങ്ങൾ വന്നുകൊണ്ടും സ്ഥാപനങ്ങൾ വന്നുകൊണ്ടും മാത്രം വികസനം പൂർത്തിയാവില്ല. നാടിൻ്റെ സമഗ്രമായ വികസനമാണ് നമുക്ക് ആവശ്യം. അതിനുതകുന്ന നടപടികളും സർക്കാർ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പൊതുമേഖലക്ക് നല്ല മുൻതൂക്കം കൊടുക്കണം എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. അതോടൊപ്പം സഹകരണ മേഖലയെയും നല്ലതുപോലെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്.